നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. ബാബറി മസ്ജിദിന്റെ പേര് വെട്ടിമാറ്റി NCERT-യുടെ പാഠപുസ്തക പരിഷ്കരണം. 12ാം ക്ലാസ്സിലെ പൊളിറ്റിക്സ് പുസ്തകത്തിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. 3 മിനാരങ്ങളുള്ള കെട്ടിടമെന്നാണ് ബാബറി മസ്ജിദിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, മസ്ജിദ് ധ്വംസനത്തിലേക്ക് നയിച്ച സംഘപരിവാറിന്റെ ഹിംസാത്മക രാഷ്ട്രീയത്തെ പറ്റിയുള്ള പരാമർശങ്ങളും വസ്തുതകളും ഒഴിവാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. UP-യിലടക്കം കനത്ത തിരിച്ചടി നേരിട്ടിട്ടും BJP-യും മോദി സർക്കാരും ഒന്നും പഠിച്ചില്ലേ? ഈ വിഷയമാണ് ന്യൂസ് ഈവനിംഗ് ചർച്ച ചെയ്യുന്നത്. മസ്ജിദിനെ മായ്ച്ചു കളഞ്ഞോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ, രാഷ്ട്രീയ നിരീക്ഷകൻ ഷാബു പ്രസാദ് എന്നിവർ തത്സമയം ചേരുന്നു. അല്പസമയത്തിനകം കോൺഗ്രസ് നേതാവ് അനിൽ ബോസും ഈ ചർച്ചയുടെ ഭാഗമാകും. ആദ്യം ഡോക്ടർ ഫസൽ ഗഫൂർ, ഈ NCERT-യുടെ പാഠപുസ്തകത്തിലെ വെട്ടിനിരത്തലിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ചരിത്രമാണ്. ചരിത്രത്തിൽ പല കൈപ്പേറിയ ഏടുകളൊക്കെ ഉണ്ടാവും. ആ ഏടുകൾ പറ്റെടുത്ത് മാറ്റുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഉദാഹരണം പറയാം. ഇന്ത്യയുടെ വിഭജനം, അതിന് 2 കാഴ്ചപ്പാടുകളുണ്ടാവും. വിഭജനത്തിന് ചില 3 കാഴ്ചപ്പാടുകളുണ്ടാവും. ബ്രിട്ടീഷ് കാഴ്ചപ്പാട് വേറെയാണ്. അപ്പോൾ ആ വിഷയം നമ്മൾ പറയാം. നമ്മളതൊന്നും അതിന് ഇതിൽ 10 ലക്ഷം പേരാണ് മരിച്ചത് ആ സമയത്ത് നടന്നിട്ടുള്ള വിഭജനത്തിന് തുടർന്ന് നടന്നിട്ടുള്ള വർഗീയ ലഹളകളിൽ. അപ്പോൾ ആ ഏട് നമ്മൾ പറയണ്ട എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ, ഒരു നിലക്ക് ഒരു ആംഗിൾ നമുക്ക് വേണമെച്ചാൽ പറയാം, ഇങ്ങനത്തെ അനാവശ്യ കാര്യങ്ങളൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ചരിത്ര പുസ്തകമല്ലേ, അപ്പോൾ ചരിത്ര പുസ്തകത്തിലാവുമ്പോൾ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു മെൻഷൻ ഉണ്ടാവണം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയോടത്തോളം, ഞാൻ പത്രങ്ങൾ വായിച്ചിടത്തോളം കണ്ടിരിക്കുന്നത്, ബാബരി മസ്ജിദ് എന്ന പേരെടുത്തു കളഞ്ഞു. എന്നിട്ട് അതിന് അവരുപയോഗിക്കുന്ന വാക്ക് ഡാൻച എന്നാണ്. ഡാൻച എന്ന് വെച്ചാൽ സ്ട്രക്ചർ, 3 നില ഇതുള്ള ഒരു സ്ട്രക്ചർ ആണ് ഉണ്ടായിരുന്നത്. ആ സ്ട്രക്ചർ എടുത്ത് കളഞ്ഞതിന് ശേഷം പിന്നെ നേരെ പോകുന്നത് വിഷയം എങ്ങോട്ടാണെന്ന് വെച്ചാൽ 2019 പോകുന്നത്. അവിടെ പോയിട്ട് പറയുന്നത് വെച്ചാൽ കോടതി വിധിയെ പറ്റിയാണ് പറയുന്നത്. കോടതി വിധിയിൽ എങ്ങനെയുണ്ട് കോടതി വിധി ചരിത്രത്തിൻ്റെയും ആർക്കിയോളജിയുടെയൊക്കെ രേഖകൾ നോക്കിയിട്ട് നിയമപരമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വിധിയാണെന്നാണ്. അത് ശരിയല്ല. അതിൽ ആർക്കിയോളജിയും നിയമമല്ല നോക്കിയിട്ടുള്ളത്. കോടതി പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ടെന്ന് വെച്ചാൽ, അതൊക്കെ പോയിന്റ്സൊക്കെ മുസ്ലിം സൈഡിന് അനുകൂലമായിട്ടുണ്ടെങ്കിലും ഹൈന്ദവ സമുദായം വിശ്വസിക്കുന്നത്, ഈ ബാബരി മസ്ജിദ് വന്നതിനേക്കാളും മുമ്പ് തന്നെ വിശ്വസിക്കുന്നത് അത് രാമന്റെ ജന്മസ്ഥലമാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് അത് അവർക്ക് വിട്ടുകൊടുക്കുകയും, ഇവരെ സംബന്ധിച്ചിടത്തോളം അപ്രധാനമായിട്ടുള്ള ഒരു പള്ളി ആയതുകൊണ്ട് അത് കുറച്ച് അപ്പുറത്ത് നമ്മൾ ഇടന്നു കൊടുക്കുകയും ചെയ്യുക എന്നൊരു ഫോർമുലയാണ് കൊണ്ടുവന്നത്. പക്ഷെ അതൊരു കോംപ്രമൈസ് ഫോർമുലയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയല്ല, അത് കോംപ്രമൈസ് ഫോർമുല അല്ല, അത് അടിച്ചേൽപ്പിച്ചതുമല്ല. കാരണം എന്ത് ഫോർമുല വേണം വെച്ചാൽ പറഞ്ഞോട്ടെ, കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതേമാതിരി തന്നെ അതിൽ നടന്നിട്ടുള്ള സമരങ്ങളെ പറ്റി, ബാബരി മസ്ജിദ് പൊളിച്ചതിനെ പറ്റിയിട്ട് ഡോക്ടർ ഫസൽ ഗഫൂർ, ഇത് ഒരു ഫോർമുലയാണ്, പരസ്പര ധാരണയോടെ വന്നത്. അങ്ങനെ അംഗീകരിക്കുന്നില്ല താങ്കളടക്കം? അല്ലാതെ പരസ്പര ധാരണയിൽ ഫോർമുല എത്താതിരുന്നിട്ടാണല്ലോ ആദ്യം അലഹബാദ് ഹൈക്കോടതികളിലും പിന്നീട് നമ്മൾ സുപ്രീം കോടതിയിലേക്ക് എത്തിയിട്ട് അവസാനമായിട്ട് എന്താക്കണമെന്ന ഒരു ഫോർമുല കൊണ്ടിരുന്നു. ഒരു കൂട്ടം ആൾക്കാർ പറയുന്നു, ഞങ്ങൾ ആദ്യം ഒരു ഫോർമുല ഉണ്ടായിരുന്നല്ലോ, 3-3 ബാധിച്ചുകൊണ്ട് ഹൈക്കോടതി കൊടുത്തിട്ടുള്ളത്, 3-1 ആ ഫോർമുല നമ്മൾ അംഗീകരിച്ചില്ല. പിന്നീട് ഒരു ഫോർമുല അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇരുവരും അംഗീകരിക്കാന്ന് വെച്ചാൽ ഇരുവരും ഒരു ടേബിളിന് ചുറ്റിരുന്നുകൊണ്ട് ഒരു മധ്യസ്ഥനെ വെക്കാതിരുന്നിട്ടുണ്ടാക്കുന്ന ഒരു ധാരണയെ നമുക്ക് കൂടാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ കോടതിയിൽ ഒരു ധാരണ ഉണ്ടാക്കുക. കോടതിയിൽ ധാരണയൊന്നും ഉണ്ടായിട്ടില്ല. മുസ്ലിം കമ്മ്യൂണിറ്റി പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോടതി എന്ത് പറയുന്നോ അത് ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കോടതി പറഞ്ഞ കാര്യം ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മൾ അംഗീകരിച്ചു. ഒരു സെക്കൻഡ്, വൈകാരികമായ വിഷയത്തിൽ എങ്ങനെയാണ് അഭിപ്രായ സമന്വയത്തിൽ എത്തേണ്ടത് എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ഈ കോടതി വിധി എന്നത് ഉൾപ്പെടെയുള്ള പരാമർശങ്ങളാണ് ഈ പാഠപുസ്തകത്തിലുള്ളത്. അതിനോടുള്ള സമീപനം എന്താണ്? അത് തെറ്റായിട്ടുള്ള ഒരു ഇതാണ്. കാരണം വെച്ചാൽ അങ്ങനെയല്ല സംഭവം ഉണ്ടായിട്ടുള്ളത്. കോടതി പറയുന്നത് അംഗീകരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലെ വൈകാരികമായിട്ടുള്ള വിഷയത്തിൽ ഞങ്ങൾ വിട്ടുകൊടുത്തു, അല്ലെ അവർ വിട്ടു തന്നു, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടുള്ളത്. മാതൃകാപരമായ അഭിപ്രായ സമന്വയത്തിന്റെ നല്ല തിളക്കമുറ്റ ഒരു ഏട് എന്ന നിലയിലല്ല ഇതിനെ കാണേണ്ടത്, പഠിപ്പിക്കേണ്ടത് അല്ലേ? അല്ല, അങ്ങനെ വേണം പറയണ പറ്റില്ല. ഇത് അവസാനിച്ചല്ലോ. ഞങ്ങളെ കോഴിക്കോട്ടെ ഭാഷ പണ്ടാറ് തീർന്നു കിട്ടിയല്ലോ എന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ ആൾക്കാരൊക്കെ വിശ്വസിക്കുന്നത്. കാരണം ഇനി വെറുതെ കുത്തിപ്പൊക്കിയിട്ട് അത് വീണ്ടും ഒരു വിഷയമാക്കണ്ട എന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം. അപ്പൊ ഇതിപ്പോ ഒരു അക്കാഡമിക് അക്കാഡമിക് ആയിട്ടുള്ള എക്സസൈസ് എടുത്താൽ മതി. ഒരു കാര്യം കൂടി ഡോക്ടർ, ഇപ്പൊ ഈ 2019 നവംബർ മാസം 9-ാം തീയതിയിലെ ഈ സുപ്രധാനമായ വിധിയുണ്ടല്ലോ,
ഈ പറയുന്ന ചീഫ് ജസ്റ്റിസിന്റെ 5 അംഗ ബെഞ്ച് ഏകകണ്ഠമായി പുറപ്പെടുവിച്ചു എന്ന് പറയുന്ന വിധി, അതിൽ ഒരിടത്തും ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞിട്ടില്ലേ? അല്ല, അത് ഞാൻ വായിച്ചത് എനിക്ക് ഓർമ്മയില്ല. പെട്ടെന്ന് വേണോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതാണെന്നുള്ള എന്തായാലും ഈ പറയുന്ന 3 താഴികക്കടങ്ങളുള്ള മന്ദിരം അല്ലെങ്കിൽ നിർമ്മിതി എന്നല്ലല്ലോ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോ സുപ്രീം കോടതിയുടെ മഹാത്മ്യം പ്രകീർത്തിക്കുന്നു ഈ പാഠപുസ്തകത്തിലെ ഈ ഭാഗം, ഈ വാചകത്തിലൂടെയെങ്കിൽ എന്തുകൊണ്ടാണ് 3 താഴികക്കടങ്ങളുള്ള ഒരു നിർമ്മിതി എന്നതിലേക്ക് ഒരു പ്രത്യേക ഘട്ടം വരുമ്പോൾ ഈ കാര്യത്തെ ചുരുക്കുന്നു? അവിടെ എന്താ കോടതിയില്ലേ? അവിടെ എന്താ കോടതി വിധിയില്ലേ? അതിലെ പരാമർശങ്ങളില്ലേ? അല്ല, അതെന്താ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് അന്ന് നമ്മുടെ BJP-യുടെ അല്ലെങ്കിൽ ഹിന്ദുത്വവാദികൾ അത് അടിച്ചു പൊളിച്ചപ്പോൾ അന്ന് ഉമാഭാരതി അവിടെ ഇരുന്ന് വിളിച്ചോതിയ മുദ്രാവാക്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏക്ക് ദക്ക ഓർ ദോ ബാബരി മസ്ജിദ് ഗിറാദോ. അതിൻ്റെ തന്നെ വിഷ്വൽസിൽ നിങ്ങൾക്ക് കാണാം. കുറേ ആൾക്കാർ പോയിട്ട് പറയുന്നു ബാബരി മസ്ജിദ് എന്നൊന്നുമല്ല, ഡാൻച ഗിറാദോ എന്ന് പറഞ്ഞു. ഡാൻച എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ എന്നാണ് അർത്ഥം. ഹിന്ദിയിൽ ഡാൻച അല്ലെങ്കിൽ ഡാൻചൻ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർ എന്നാണ്. അപ്പോൾ അവർ പലരും പറഞ്ഞു തരുന്നത് തന്നെ എന്താ, ഇതിന് നമ്മൾ തന്നെ പറയണം ഇത് ബാബരി മസ്ജിദ് എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് ആ പേര് ഉപയോഗിക്കേണ്ട എന്ന് അഭിപ്രായം ഉണ്ടായിരുന്ന ഹിന്ദുത്വവാദികളുണ്ട് അവിടെ. അപ്പോൾ അത് അവരുടെ ഇഷ്ടമാണ്, അവർ ഉപയോഗിക്കണോ വേണ്ട എന്നുള്ള. അപ്പോൾ ഇതിലിപ്പോൾ അത് പോയിട്ട് അത് എടുത്ത് മാറ്റുക എന്നുള്ളത് ചരിത്രത്തോട് കാരണം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. മീർ ബക്കി, അതായത് ബാബർ ഇന്ത്യയിൽ വന്ന ഏതാനും കൊല്ലങ്ങൾക്കുള്ളിൽ ഇവിടെ വരികയും ആ പ്രദേശം കീഴടക്കുകയും അവിടെ ഒരു പള്ളി കെട്ടുകയും ചെയ്തു. ആ പള്ളി ശ്രീരാമക്ഷേത്രത്തിൻ്റെ മുകളിലാണോ അല്ലേ എന്നുള്ള വേറെ വിഷയം. പക്ഷെ അവിടെ ഒരു പള്ളി കെട്ടിയിട്ടുണ്ട്. ആ പള്ളിക്ക് മീർ ബാക്കി കൊടുത്ത പേരാണ് ബാബറി മസ്ജിദ്. ആ ബാബരി മസ്ജിദ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ഹൈന്ദവ സുഹൃത്തുക്കൾ അതിനെ എതിർത്തും പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കിയ പ്രശ്നമൊന്നുമില്ല, അതിന് മുമ്പ് തന്നെ ഉണ്ട്. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ഷാബു പ്രസാദ്, ഈ കോടതി വിധിയുടെ ആദ്യത്തെ ഭാഗം, ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു വരുന്ന ഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ദീസ് ഫസ്റ്റ് അപ്പീൽസ് സെന്റർ അറൌണ്ട് എ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ 2 റിലീജിയസ് കമ്മ്യൂണിറ്റീസ്, ബോത്ത് ഓഫ് whom claim ownership over a piece of land at measuring 1500 square yards in the town of Ayodhya. The disputed property is of immense significance to Hindus and Muslims. The Hindu community claims it as the birthplace of Lord Ram, an incarnation of Lord Vishnu. The Muslim community claims it as the site of the historic Babari Masjid built by the first Mughal emperor. ഇങ്ങനെയാണ് പോകുന്നത് ആ കോടതി വിധിയുടെ തുടക്കം. ബാബറി മസ്ജിദിനെ ബാബറി മസ്ജിദ് എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ 3 താഴികക്കുടമുള്ള നിർമ്മിതി എന്ന നിലയ്ക്കല്ല. അപ്പോൾ NCERTയുടെ ഈ പാഠപുസ്തകം ഈ സുപ്രീം കോടതി ഉത്തരവിനെ മഹത്വം ഘോഷിക്കുമ്പോഴും ഈ പറയുന്ന കോടതിയുടെ സമീപനത്തിന്റെ സത്ത ഉൾക്കൊള്ളാത്തത് എന്തുകൊണ്ട്? താങ്കൾ ഇപ്പൊ ഇംഗ്ലീഷ് വായിച്ചതിന്റെ മലയാള ട്രാൻസ്ലേഷൻ എന്താ വേണു? അല്ല, എന്തായാലും ബാബറി മസ്ജിദ് എന്ന വാക്കുണ്ടോ ഇല്ലേ, അതിന് മാത്രം മറുപടി ആദ്യം. എന്തായാലും എന്ന് പറയാനല്ല. അല്ലല്ല നിക്ക് എന്തായാലും എന്ന് പറഞ്ഞാൽ പോരല്ലോ. അല്ലല്ല, നിങ്ങളുടെ ഭാഗത്ത് അല്ലല്ല, ഒരു ഭാഗത്തിന്റെ വിശ്വാസം അത് രാമന്റെ ജന്മഭൂമിയാണ് എന്ന് പറയുന്നത് പോലെ മറുഭാഗത്തിന്റെ വിശ്വാസം ബാബറി മസ്ജിദ് ആണ് എന്ന് പറയുന്നുണ്ട്. ബാബറി മസ്ജിദ് എന്ന വാക്കുണ്ടോ ഇല്ലയോ ഉത്തരവിൽ? അതെ അതെ. പിന്നെന്താ ഇത്ര മടി NCERTയിലേക്ക് വരുമ്പോ? വാക്കുണ്ടോ ഇല്ലെന്നല്ല, ആ വാക്ക് എങ്ങനെ വന്നു, ഏത് രീതി? അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ വിശ്വാസം ശ്രീരാമനോട് ജനിച്ചു എന്ന രൂപത്തിലാണ് കോടതി പറയുന്നത്. ആ വ്യാഖ്യാനത്തോട് എന്താണ് അപ്പോൾ ഒരു വിമുഖത? വേണു, ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടുകയാണെങ്കിൽ വേണു തന്നെ സംസാരിച്ചോളൂ. നിങ്ങൾ നിങ്ങളുടെ വ്യാഖ്യാനങ്ങളുമായിട്ട് സംസാരിച്ചോളൂ. ഞാൻ ഇവിടെ മിണ്ടാതിരുന്ന് കേൾക്കാം. ശരി, അങ്ങ് പറഞ്ഞോളൂ. അതാ നല്ലത്. ഞാൻ മിണ്ടുന്നില്ല, നിങ്ങൾ വ്യാഖ്യാനിച്ചോളൂ. ഞാൻ സംസാരിക്കുന്നില്ല. അല്ല, ഇങ്ങനെ ആദ്യം തന്നെ അസഹിഷ്ണുത വേണ്ട. എല്ലാ രംഗത്തും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ രംഗത്ത് മാത്രമായിട്ട് മാറി നിൽക്കണ്ട, പറഞ്ഞോളൂ. അല്ല, നിങ്ങൾ കാണിക്കുന്ന അസഹിഷ്ണുത സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാനതങ്ങ് സഹിക്കുകയാണെന്നേ. നിങ്ങൾ പറഞ്ഞോളൂ. ശരി, അങ്ങ് തുടർന്നോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോളൂ. പിന്നെന്തിനാണ് നിങ്ങളുടെ ഈ ടീമിനെ ഇവിടുന്ന് കഷ്ടപ്പെടുത്തി വണ്ടിയും കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്? എന്തിനാ? ഷാബു പ്രസാദെ, മറ്റു കാര്യങ്ങളിലേക്ക് പോകണ്ട. നിങ്ങളെ പോലെയല്ല ബാക്കിയുള്ളവരെല്ലാം. നിങ്ങൾ സംസാരിക്കൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ സംസാരിക്കൂ. നിങ്ങൾ സംസാരിച്ച് ഇടപെടുകയാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. എനിക്ക് തൊണ്ടയെടുക്കാൻ വയ്യ, അതുകൊണ്ടാണ്. ഇനി പറയേ, അതായത് ഒരു തർക്കമാണല്ലോ കോടതിയിലെത്തിയത്, അല്ലേ? ഒരു തർക്കം കോടതിയിലെത്തി. ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു അത് രാമൻ്റെ ജന്മസ്ഥലമാണ് എന്ന്.
മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു അത് ബാബറി മസ്ജിദാണ് എന്ന്. ഇതാണ് തർക്കം. ആ തർക്കത്തിനാണ് 2019 നവംബറിൽ കോടതി തീർപ്പാക്കിയത്. ആ ഫസൽ ഗഫൂർ സാർ, ബഹുമാനപ്പെട്ട ഫസൽ ഗഫൂർ സാർ ഇവിടെ പറയുന്നത് കേട്ടു, അതിൻ്റെ അകത്ത് വെറും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്ന്. സാർ ആ കോടതി വിധി മുഴുവൻ നോക്കിക്കോളൂ. അതിൻ്റെ അകത്ത് കൃത്യമായ ആർക്കിയോളജിക്കൽ എവിഡൻസസ്, ചരിത്രപരമായ എവിഡൻസസ് ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് തന്നെയാണ് കോടതി ആ തീരുമാനത്തിലെത്തിയത്. വളരെ അത് മലയാളിയായ കെ മുഹമ്മദ് സാറ് നടത്തിയ എക്സ്കവേഷൻസും അദ്ദേഹം ആ ടീമിലുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസുകളും മുഴുവനും അതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ എത്തിയ ഒരു ഇനി എന്തുമായിക്കോട്ടെ, ആ ഇഷ്യൂ അവിടെ അവസാനിച്ചതാണത്. ആ ഇഷ്യൂ അവിടെ എന്നേക്കുമായി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പം അതുപോലെ പിന്നെ എന്തുകൊണ്ട് അങ്ങ് സഹകരിക്കുമെന്ന് കരുതുന്നു. അങ്ങ് ആദ്യം ഒരു ഭാഗം പറഞ്ഞല്ലോ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. അങ്ങ് മനസ്സിലാക്കിയതുപോലെ തന്നെ ഈ കോടതി ഉത്തരവിൽ ഒരു ഭാഗത്ത് പറയുന്നത് ഈ പറയുന്ന ശ്രീരാമൻ ജനിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കുക, സുന്നി വഖഫ് ബോർഡിന്റെ ഉടമസ്ഥതയിൽ മറ്റൊരു സ്ഥലം കൊടുത്ത് എന്ത് നിർമ്മിക്കാനാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്? അവിടെ മസ്ജിദ് നിർമ്മിക്കാനുള്ള സ്ഥലം അവർക്ക് വിട്ടുകൊടുക്കണമെന്നല്ലേ പറഞ്ഞു? ആണല്ലോ. അപ്പൊ പിന്നെ ഈ തർക്കസ്ഥലത്ത് എന്തുണ്ടായിരുന്നു? അതല്ലെങ്കിൽ അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിഞ്ഞോളൂ എന്നല്ലേ വഖഫ് ബോർഡിനോട് പറയേണ്ടിയിരുന്നത്? ഏത്? അത് നിങ്ങൾ സുപ്രീം കോടതിയോട് സംസാരിക്കുക വേണോ? അത് അപ്പൊ തീർന്നല്ലോ. ഒരു സെക്കൻഡ് ഞാൻ അങ്ങേലേക്ക് വരാം. ഡോക്ടർ ഫസൽ ഗഫൂർ, ഈ ഷാബു പ്രസാദ് ആദ്യം ഏറ്റവും ശക്തമായി പറഞ്ഞത് ഞാനില്ല വേണു. അല്ല, ഇത്രയും അസഹിഷ്ണുത പൂർത്തിയാക്കൂ. ചോദ്യം പരുഷമായ ചോദ്യങ്ങളായിരിക്കും. അതിൽ അസഹിഷ്ണുതയോടെ അല്ല, അതിൽ അത്രയും പരുഷമായ മറുപടി പറഞ്ഞോളൂ. പരുഷമായി തന്നെ മറുപടി പറഞ്ഞോളൂ. നിങ്ങൾ കാണിക്കുന്ന മര്യാദകേടിന് എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ. ഇത് അത് തന്നെയാണ് പറഞ്ഞത്. സാർ പറയുന്നത് അതായത് അത് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, നിങ്ങളൊന്നും ഉണ്ടായിരിക്കും. അതായത് ഈ പ്രശ്നം സുപ്രീം കോടതി ഭാരതത്തിൻ്റെ നീതിന്യായ പീഠം എന്നേക്കുമായി തീർപ്പാക്കി കഴിഞ്ഞു. ആ തീർപ്പാക്കിയ വിഷയത്തിൽ ഇനിയും വിവാദങ്ങൾ കുത്തിപ്പൊക്കുക, അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കമ്മ്യൂണൽ എലമെൻ്റ് കണ്ടെത്തി വീണ്ടും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളതിനപ്പുറം ഈ വിവാദത്തിൻ്റെ അകത്ത് യാതൊരു അടിസ്ഥാനവുമില്ല. പിന്നെ മറ്റൊന്ന്, ഇത് വിവാദം അതിപ്പോൾ കഴിഞ്ഞ 100 വർഷത്തിലേറെയായി ഒരൊറ്റ മുസ്ലിം പോലും തിരിഞ്ഞു നോക്കാതെ കടന്നിരുന്ന ആ മന്ദിരം വിവാദ മന്ദിരമാണ്. അതിൻ്റെ അകത്ത് 3 മിനാരങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് വിവാദ മന്ദിരം മാത്രമാണ്. അവിടെ നിസ്കാരം നടന്നിട്ടില്ല, ആരാധന നടന്നിട്ടില്ല എത്രയോ പതിറ്റാണ്ടുകളായിട്ട്. അത് മാത്രമല്ല, അവിടെ വിഗ്രഹാരാധന നടന്നിട്ടുമുണ്ട്. ആ പ്രശ്നം കോടതിയിലായിരുന്നു. കോടതി ആ പ്രശ്നം എന്നേക്കുമായി തീർപ്പാക്കുകയും ചെയ്തു. ഇതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ. അങ്ങ് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാൻ മറ്റതിഥികളിലേക്ക് പോവുകയാണ്. ശരി സാർ. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇവിടെ ഇത്തരം വാദക്കാർ പറഞ്ഞ ഏറ്റവും ശക്തമായ അഭിപ്രായ പ്രകടനം എന്തായിരുന്നു? അങ്ങ് കേട്ടല്ലോ, ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ഷാബു പ്രസാദ് പറഞ്ഞത്. അതൊന്ന് മലയാളത്തിൽ പറയാമോ? അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത് എന്തിനാണ്? അത് തർക്കസ്ഥലമാണ്, അല്ലെങ്കിൽ ഇന്ന കൂട്ടർ ഇന്നത് എന്ന് വിശ്വസിക്കുന്ന സ്ഥലമാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം എന്ന് എന്നെ കൊണ്ട് പറയിക്കാനായിരുന്നു. അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ലളിതമായൊരു ചോദ്യം, സുന്നി വഖഫ് ബോർഡിന് സ്ഥലം കൊടുത്ത് അവിടെ എന്ത് നിർമ്മിക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്? അപ്പോൾ അതിൽ നിന്ന് തന്നെ ഈ പറയുന്ന ഈ ബാബറി മസ്ജിദ് നിലനിന്നു എന്നത് ഏത് രൂപത്തിലാണ് എന്നതേ പറ്റിയുള്ള ഒരു മനസ്സിലാക്കൽ സുപ്രീം കോടതിക്ക് ഉണ്ടായിരുന്നു എന്നാണല്ലോ. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സ്ഥാപനം അവിടെ തുടങ്ങാനായിരിക്കണമല്ലോ സ്വാഭാവികമായും നിർദ്ദേശിക്കുക. ഡോക്ടർ ഫസൽ ഗഫൂർ, അതെന്താ സംഭവം എന്ന് പറയാം. സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുസ്ലിമുകൾക്ക് പുണ്യമായിട്ടുള്ള 3 പള്ളികളുള്ളൂ. അതായത് മക്ക, മദീന, ജെറൂസലം അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദിസ്, നമ്മൾ പറയുന്നത് ജെറൂസലം ഇപ്പോഴത്തെ പള്ളി. അതുകൊണ്ട് കോടതിയിൽ ഈ ചർച്ച പല ചർച്ചയും വരുമല്ലോ. പറഞ്ഞ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം രാമൻ ജനിച്ചത് ഇവിടെ ഈ നഗരത്തിലാണെന്നുള്ളൂ, അല്ലാതെ ഈ സ്പോട്ടിലല്ല അല്ലെങ്കിൽ ആണ് എന്നുള്ളതാണ് തർക്കം. അപ്പൊ നാച്ചുറലി അവരെടുത്തിട്ടുള്ള സമീപനം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, കോടതി എടുത്ത സമീപനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അത് വേറൊരു പള്ളി ഇവർക്ക് കൊടുത്താൽ ഇവര് ഹാപ്പിയാവും. അത് ശരിയല്ലായിരുന്നു. ഡോക്ടർ, എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. അതിന് ആദ്യം മറുപടി പറയുക, എന്നിട്ട് അങ്ങയുടെ വാദം പൂർത്തിയാക്കിക്കോളൂ. അതായത് ഇവിടെ ഇവരുടെ നാളിതുവരെയുള്ള അവകാശവാദം അങ്ങ് തന്നെ ചർച്ച തുടങ്ങുമ്പോൾ പറയുകയുണ്ടായി, ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഇവരൊരു ക്ലെയിം അനുവദിച്ചു കൊടുക്കുന്നത് പോലെയാകും. അതുകൊണ്ട് ആ വാക്ക് തന്നെ അവർ ബോധപൂർവം ഉപേക്ഷിച്ചുകൊണ്ട് അവരൊരു പകരം ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ആ കെട്ടിടം, തർക്കമന്ദിരം, അങ്ങനെയൊക്കെ ആയിരുന്നു അത്, അല്ലേ?
സുപ്രീം കോടതി പറഞ്ഞ എന്താണ്? സുന്നി വഖഫ് ബോർഡിന് സ്ഥലം അനുവദിക്കുക, അവിടെ മസ്ജിദ് പണിയാനുള്ള സ്ഥലം അനുവദിക്കുക എന്ന് പറയുമ്പോൾ കോടതിയുടെ ഈ കാര്യത്തിനകത്തുള്ള ധാർമ്മികമായ ബോധ്യം എന്താണ്? അതാദ്യം അങ്ങ് പറയൂ. അതെ, കോടതി അതിൽ അംഗീകരിക്കുന്നല്ലോ. കോടതി അംഗീകരിക്കുന്നത് മുസ്ലിം ടൈറ്റിൽ ഡീഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ മുസ്ലിമുകളുടെയാണ്. പക്ഷേ അവർ പറഞ്ഞ മാതിരി കുറച്ച് എവിഡൻസുകളൊക്കെ ഹിന്ദുക്കൾക്കായിട്ട് അനുകൂലമായിട്ട് മാത്രമല്ല മറ്റൊരു ആരാധനാലയം തന്നെ നിർമ്മിക്കേണ്ടതുണ്ട് എന്നതാണ് ഈ പറയുന്ന സമവായമെങ്കിൽ ഒരർത്ഥത്തിൽ അതെന്താണ്? മുസ്ലിങ്ങളുടെ മതവും വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ് എന്ന് തന്നെയല്ലേ? അതല്ലാതെ ഒരു തർക്ക വിഷയം അത് തീർപ്പാക്കപ്പെട്ടു അതോടെ അസംഗതമാകുന്നു, അങ്ങനെയുള്ള തീർപ്പല്ലല്ലോ ആ വിധിന്യായത്തിന്റെ ഉള്ളടക്കം. അല്ല, വിധിന്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ വിധിന്യായത്തിന് ഒരു മര്യാദക്ക് അത് അംഗീകരിച്ചിട്ടുള്ളത്. അപ്പം അതായത് അയോധ്യയിൽ തന്നെ ഈ കോംപ്ലക്സിൻ്റെ ഉള്ളിൽ ആണെങ്കിൽ മനസ്സിലായില്ലേ, പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ അതിന് വളരെ തൊട്ടടുത്തൊരു സ്ഥലത്ത് ആണ് ഈ പള്ളി നിർമ്മിക്കേണ്ടത്. പക്ഷെ ഇപ്പം പള്ളി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വിജനമായിട്ടൊരു സ്ഥലത്ത് 25 കിലോമീറ്റർ അപ്പുറത്തെങ്ങാണ്ടാണ് പള്ളി വെച്ച് നിർമ്മിക്കാനായിട്ടുള്ള പരിപാടികൾ നടക്കുന്നത്. ഇപ്പോഴും ഒരു ഫണ്ട് അവർക്ക് കിട്ടിയിട്ടില്ല. അവർ ഫണ്ട് പിരിക്കാൻ നോക്കിയത് നടക്കുന്നില്ല. അതിന് കാരണം എന്താ വെച്ചാൽ ബഹുഭൂരിപക്ഷം മുസ്ലിമുകൾ പറയുന്നത് അങ്ങനെ ഒരു പിച്ചൊക്കെ കിട്ടിയിട്ടുള്ള ഒരു പള്ളി വേണ്ടെന്നാണ്. അപ്പം ഞാൻ തന്നെ ചാനൽ ചർച്ചയിൽ അന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിച്ചക്ക് തന്ന മാതിരി ഒരു സംഭവമാണ്. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് വേണ്ട, നമ്മൾ അംഗീകരിക്കുന്നു, വിധിയെ നമ്മൾ അംഗീകരിക്കുന്നു. അതിന് പകരമായിട്ട് ഒരു കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഞങ്ങൾക്ക് വേണ്ട. അതുകൊണ്ടാണ് ഇന്ത്യയിലെ മുസ്ലിമുകൾ ആരും കാര്യമായിട്ട് ഇപ്പം അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തത്. അവിടുത്തെ ഒരു ട്രസ്റ്റ് ഉണ്ട്, ആ ട്രസ്റ്റ് മറ്റേ വഖഫ് ബോർഡിന്റെയാണ്. ഡോക്ടറെ ശരി, ഞാൻ ആവർത്തിക്കുകയാണ്, സുന്നി വഖഫ് ബോർഡിന് സ്ഥലം അനുവദിച്ചുകൊണ്ട് അവിടെ ഒരു മസ്ജിദ് തന്നെ പണിയണം എന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം അത് ഒരു 3 നില മിനാരങ്ങൾ മാത്രമുള്ള കെട്ടിടമല്ല എന്നുകൂടിയാണല്ലോ. അതാണ് ഞാൻ ആവർത്തിച്ച് അങ്ങോട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഈ NCERTയുടെ ഈ പാഠപുസ്തകത്തിൽ അത് 3 താഴികക്കുടമുള്ളൊരു കെട്ടിടം എന്ന നിലയിൽ അല്ലല്ലോ പരാമർശിക്കപ്പെടേണ്ടത്. അല്ല, അത് ഞാൻ ആദ്യം ഞാൻ പറഞ്ഞ കേട്ടില്ല. ആദ്യം ചരിത്രത്തെ മാറ്റി നിർത്തരുത്. അതായത് ബാബരി മസ്ജിദ് സമരം, അന്ന് നടന്നിട്ടുള്ള ബഹളങ്ങൾ, അതിനുശേഷം ഇത് പൊളിച്ചത്, പിന്നെ ഗോദ്രയിലെ സംഭവം, LK അദ്വാനി മറ്റേ കല്യാൺ സിംഗിന്റെ മന്ത്രിസഭയെ പുറത്താക്കിയത്, ഇങ്ങനെ ഇതൊരു വിശാലമായിട്ടുള്ള സംഭവമാണ്. അപ്പൊ NCERTയുടെ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളിൽ 4 പേജ് ആദ്യം ഉണ്ടായിരുന്നില്ല, കുറെ ഭാഗങ്ങൾ. ആദ്യത്തെ ഭാഗം ഏതാ മാറ്റിയെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കോടതി വിധിയുടെ സത്ത എന്ന് പറയുന്നത് ഈ പറയുന്ന ഹിന്ദുമത വിശ്വാസികൾക്ക് അവിടെ രാമക്ഷേത്രം വേണം എന്നതുപോലെ തന്നെ അത് മോദിയല്ല ഏൽപ്പിച്ചത്, ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിനെയാണ് ഏൽപ്പിച്ചത്. അതുപോലെ തന്നെ സുന്നി വഖഫ് ബോർഡിന് സ്ഥലം അനുവദിച്ചുകൊണ്ട് അവിടെ മസ്ജിദ് പണിയണമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ആ സത്ത ഉൾക്കൊള്ളുകയാണെങ്കിൽ NCERT പാഠപുസ്തകത്തിൽ സംഘപരിവാറുകാർ ഇതുവരെ ആഗ്രഹിച്ചിരുന്നത് പോലെ ഒരു വാചകമല്ല, ഒരു വിശേഷണമല്ല, ഒരു നിർവചനമല്ല ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടത്. അതാണ് കാതലായ വിഷയം. എനിക്ക് തോന്നുന്നു ഡോക്ടർക്ക് പരിമിതികൾ ഉണ്ടാകും അത്രയും വെട്ടിത്തുറന്ന് പറയാനെന്ന്. ശരി, ഇവിടെ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഡോക്ടർ ശ്രദ്ധിച്ചല്ലോ. 100 ഇപ്പം അങ്ങും പറയുകയുണ്ടായി അവിടേക്ക് ഇപ്പം ഇനി പുതിയ സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇസ്ലാം മതവിശ്വാസികളെന്ന്. ഷാബു പ്രസാദും പറയുന്നത് കേട്ടു 100 കൊല്ലമായി ഒരാളും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന്. അതാണോ അതിൻ്റെ വാസ്തവം? അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ആരാധനയൊക്കെ നടക്കുന്ന ഗ്യാൻവാബിയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് മറ്റൊരു നിലപാടെടുക്കേണ്ടി വരുമല്ലോ. ഇതാണ് ഇവരുടെ വാദഗതിയെങ്കിൽ അപ്പോൾ ആരാധനയുണ്ടോ ഇല്ലയോ എന്നതല്ല വിഷയം, ഇതിൻ്റെ ഉത്ഭവം എവിടെയാണ്, അത് ഏത് വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്, അതുകൊണ്ട് അതിൻ്റെ ഉടമസ്ഥത നിശ്ചയിക്കപ്പെടണം എന്ന നിർബന്ധ ബുദ്ധിയാണ് ഈ കൂട്ടർക്കുള്ളത്. മാത്രവുമല്ല ഈ പറയുന്ന അയോധ്യ തർക്കവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ സുപ്രീം കോടതി എടുത്തിരിക്കുന്ന ഒരു നിർണായകമായ നിലപാട് കൂടി ഉണ്ടല്ലോ. ഈ മത കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട തർക്ക വിതർക്കങ്ങൾ ഇനി ഒന്നും പാടില്ല. എന്താണോ നാം സ്വാതന്ത്ര്യാനന്തരം എടുത്തിരിക്കുന്ന ആ ഘട്ടത്തിലെടുത്ത നിലപാട് അത് തുടരേണ്ടതുണ്ട്, ഈ അയോധ്യ ബാബറി മസ്ജിദ് തർക്കം വിഷയം ഒഴിച്ച്, അല്ലേ? ഇതൊന്നും ഇവർ ഉൾക്കൊള്ളുന്നില്ലല്ലോ ഡോക്ടർ. ഇല്ല, പ്രൊട്ടക്ഷൻ ഓഫ് ദി ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് ആൻഡ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന് പറഞ്ഞിട്ട്, പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്നാണ് പറയുന്നത്. ആ ആക്ട് അനുസരിച്ചിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയ ആ ഡേറ്റ് തൊട്ടിട്ട് ബാബരി മസ്ജിദ് മാത്രം ഒരു വിവാദമാണ്. ബാക്കി ഇനി ഒരു ക്ഷേത്രമോ പള്ളിയോ വിവാദത്തിന് ഇരയാവാൻ പാടില്ല, അത് വിവാദമായിട്ട് കോടതിയിലുള്ള വരാൻ പാടില്ല എന്നൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിനിപ്പോൾ ഇവർ അംഗീകരിക്കുന്നില്ല. അതിന് ഇവരിപ്പോൾ അങ്ങ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കോൺഗ്രസ് ഗവൺമെൻറ് കാലത്ത് ആണ് എടുത്തത്. അത് ഞങ്ങൾ അന്ന് തന്നെ ഞങ്ങളുടെ പ്രതിഷേധം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്
എന്നുള്ളതാണ്. പക്ഷെ അത് സുപ്രീം കോടതി അംഗീകരിച്ച് കഴിഞ്ഞതായിട്ട് ഈ ഡോക്യുമെന്റിലുണ്ട്. അപ്പോൾ ഈ കൃഷ്ണ ജന്മഭൂമി ബഹളവും അല്ലെങ്കിൽ കാശി വിശ്വനാഥ ക്ഷേത്ര ബഹളവും ഒക്കെ അത് പ്രോബ്ലി ചിലപ്പോൾ സബ്ജുഡീസ് ആയിരിക്കും. പക്ഷെ എന്താ നമ്മൾ കാണുന്നത് വെച്ചാൽ കീഴ്ക്കോടതികൾ അത് എടുക്കുന്നുണ്ടല്ലോ. കീഴ്ക്കോടതികൾ താഴത്തെടുക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ അല്ല, അങ്ങനെ മാത്രം അങ്ങ് പറഞ്ഞു പോകരുത്. ഇപ്പോ ഈ കീഴ്ക്കോടതി ഇതെടുത്ത് ഇപ്പൊ ഗ്യാൻവാബിയുടെ കാര്യം എടുത്താൽ കീഴ്ക്കോടതിയിൽ ഇത്രയും അതിദ്രുത നിലപാടുകൾ എടുത്ത അവിടുത്തെ ന്യായാധിപൻ പിന്നീട് എങ്ങനെയാണ് ഏത് സർക്കാരിന്റെ പദവി ചുമതലയിലേക്കാണ് പോകുന്നത് എന്ന് വെച്ചാൽ മറ്റൊരു വിദ്യാഭ്യാസ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ലോകായുക്ത പോലെ ഒരു ചുമതലയിലേക്കാണ് ആ ന്യായാധിപൻ പോകുന്നത്. ഇപ്പോൾ ഇത് സർവ്വസമ്മതമായ വിധിയാണെന്നാണല്ലോ പറയുന്നത്. ഈ രാമജന്മഭൂമി അയോധ്യ വിധി 2019 അതിൽ ഈ പറയുന്ന വിധിന്യായം പുറപ്പെടുവിച്ചവർ പിന്നീട് സർക്കാർ അനുവദിക്കുന്ന ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ പദവികൾ ഇരുന്നിട്ടുണ്ട്, ഗവർണർ ഉൾപ്പെടെയുള്ള പദവികൾ ഇരുന്നിട്ടുണ്ട് എന്നതും നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമല്ലേ ഡോക്ടർ ഫസൽ ഗഫൂർ? അത് തീർച്ചയായിട്ടും ഒരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, നിങ്ങൾ 1990 ഞാനൊരിക്കൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഗവൺമെന്റിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ചീഫ് ജസ്റ്റിസുമാരും സുപ്രീം കോടതി ഡിസ്ട്രിക്ട് ജഡ്ജിമാരും അത് ബാബരി മസ്ജിദായിട്ടല്ല ഗവൺമെന്റായിട്ട് ഇവരായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവർ ഓഫീസേഴ്സ് ഓഫ് പ്രോഫിറ്റ് ഏക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിന് എന്നെ കോടതി അലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് ആന്ധ്ര ഹൈക്കോടതിയിൽ വിളിപ്പിച്ചു, ശാസിച്ചു. അത് അങ്ങനെ ഒരു നിയമമില്ല. ജഡ്ജിമാർ റിട്ടയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പാർലമെന്റിലോട്ട് പോവുകയോ അല്ലെങ്കിൽ അതുമായിട്ടുള്ള കമ്മീഷൻ എൻക്വയറി ഇതിൽ വരികയോ ചെയർമാൻമാരായിട്ട് വരികയോ ഒക്കെ ചെയ്യുന്നത്. അതിപ്പോൾ നിങ്ങൾ പറഞ്ഞതനുസരിച്ചിട്ട് എം പിമാരാവുന്നു, ഗവർണർ. ഇപ്പൊ എനിക്ക് തോന്നുന്നു അബ്ദുൽ നസീർ ഗവർണർ അല്ലേ? ജസ്റ്റിസ് അബ്ദുൽ നസീർ ഈ ചന്ദ്രബാബു നായിഡു സത്യവാചകം ചൊല്ലിക്കൊടുത്ത ഗവർണർ, മനസ്സിലായില്ല? അതേമാതിരി തന്നെ കറക്റ്റ്, യെസ്, അത് തന്നെ. അപ്പോൾ ആ ഗവർണർ രഞ്ജൻ ഗൊഗോയ്ക്ക് ഉടനെ തന്നെ അദ്ദേഹത്തിന് ഇത് കൊടുത്തില്ലേ, മറ്റേ നോമിനേറ്റഡ് പോസ്റ്റ് കൊടുത്തല്ലോ. അപ്പോൾ ആ ഇന്ത്യൻ നമ്മുടെ ന്യായപീഠങ്ങളൊക്കെ എത്രത്തോളം സ്വതന്ത്രമാണ് എന്നുള്ളത് ഒരു വേറെ വിഷയമാണ്. മാത്രമല്ല ഈ ഗൊഗോയ് അടക്കം 5 ന്യായാധിപന്മാരാണ് സുപ്രീം കോടതിയുടെ ഉമ്മറത്തിരുന്നുകൊണ്ട് വലിയ പ്രതിഷേധം പുറപ്പെടുവിച്ചത്. അതിൽ 2 പേരേ ഉള്ളൂ തുടർന്നുള്ള ഒരു ചുമതലകളിലേക്കും പോകില്ല എന്ന നിലപാടെടുത്തത്. അതിലൊന്ന് ഈ ചലമേശ്വറാണ്, മറ്റൊന്ന് മലയാളിയായ ജസ്റ്റിസ് കുര്യൻ ജോസഫുമാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ അനിൽ ബോസ്, ഇവിടെ ഈ NCERTയുടെ ഈ ബാബറി മസ്ജിദിന്റെ പേര് ഉൾപ്പെടെ പരാമർശിക്കാതെയുള്ള പരിഷ്കരണം എടുത്തിരിക്കുന്നതിനെയും അതിനോട് NCERT ഡയറക്ടർ നൽകിയിരിക്കുന്ന വിശദീകരണത്തെയും കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ഈ 1961 NCERT രൂപീകരിച്ചിരിക്കുന്നത് തന്നെ, അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് തന്നെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ കൃത്യമായ മുന്നേറ്റം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. കോൺഗ്രസ് വളരെ കൃത്യമായി നിലപാട് ഇപ്പോഴത്തെ NCERT നടപടികളെ സംബന്ധിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലേറ്റവും സുപ്രധാനം വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി പ്രത്യേക പരിഗണനയോടുകൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനം ഇന്ന് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടി ലഘുലേഖ ഇറക്കുന്ന നിലവാരത്തിലേക്ക് മാറി എന്നതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്. എന്താ കാര്യം? ഇപ്പോൾ ഇവിടെ തന്നെ ഈ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് പൊളിറ്റിക്കൽ സയൻസിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ സുപ്രീം കോടതി വിധിയെ അംഗീകരിക്കുന്നു. കാരണം എന്താ? സമവായത്തിലൂടെ വളരെ ക്ലാരിറ്റി വരുത്തിക്കൊണ്ടൊരു നടപടി സ്വീകരിച്ച കോടതിയെ അഭിനന്ദിക്കുന്നു. പാഠപുസ്തകത്തിൽ ഉൾപ്പെടുന്നതാണ്. പഠനവിധേയമായ ഒരു സുപ്രീം കോടതി വിധി അതിനെ പരാമർശിക്കുന്നതിൽ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. പക്ഷേ അങ്ങനെ വരുമ്പോൾ അതിനു മുമ്പ് അവിടെ പ്രതിപാദിച്ചിരുന്നത് നീക്കം ചെയ്യാൻ പാടില്ല. ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ കല്യാൺ സിംഗിനെതിരെ സുപ്രീം കോടതി കൃത്യമായ നടപടി സ്വീകരിച്ചിരുന്നു, വിധി പ്രഖ്യാപനം നടത്തിയിരുന്നു, വിധി പ്രസ്താവന നടത്തിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കോടതി വിധി എന്തുകൊണ്ട് ഇവിടെ മാറ്റപ്പെടുന്നു? പഠിക്കാനാണെങ്കിൽ നമുക്ക് തുലനം ചെയ്യാൻ കഴിയണം. അത് UPയിൽ മുഖ്യമന്ത്രിയായിരുന്ന കല്യാൺ സിംഗിനെതിരെ വരുന്ന വിധി ഏറ്റവും ചരിത്രപരമായ ഒരു കാര്യമാണ്. പള്ളി തകർത്തവുമായി ബന്ധപ്പെട്ട് കല്യാൺ സിംഗ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകുന്നുണ്ട്, ഈ നിർമ്മിതി ധ്വംസിക്കപ്പെടില്ല എന്ന്. അത് സംഭവിക്കാതിരിക്കുകയും അതിനുശേഷമാണ് കോർട്ടലക്ഷ്യ നടപടികളിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഒരു ദിവസത്തെ തടവ് ശിക്ഷയും വിധിക്കുന്ന വിധി വരുന്നത്, അതും ചീഫ് ജസ്റ്റിസിന്റെ തന്നെ ബെഞ്ച്. അങ്ങ് പറഞ്ഞോളൂ. അല്ല, ഞാൻ പറയുന്നത് ഇന്ത്യയിലൊരു ജനാധിപത്യ ക്രമത്തിൽ നമ്മുടെ നാട് എന്ന് പറയുന്ന ഫെഡറൽ സിസ്റ്റത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്നൊരു നാടാണല്ലോ. അവിടെ ഒരു മുഖ്യമന്ത്രിയെ ഓവർ റൂൾ ചെയ്തുകൊണ്ട് ഒരു പ്രധാനമന്ത്രിക്ക് ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. അവരോടും കൂടി വിശ്വാസത്തിലെടുത്തും അവരുടെ അഭിപ്രായങ്ങൾ മാനിച്ചും മുന്നോട്ട് പോകാൻ കഴിയും. ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത മുഖ്യമന്ത്രിമാരുടെ സമ്മേളനം, ദേശീയോദ്ഗ്രഥന കൗൺസിൽ, ആ കൗൺസിലിൽ സംസ്ഥാന മുഖ്യമന്ത്രി ഉറപ്പുകൊടുത്തു
സുപ്രീം കോടതിക്ക് ഉറപ്പ് കൊടുത്തു. ആ ഉറപ്പുകൾ പാലിക്കുന്നതിൽ അവിടുത്തെ ഭരണകൂടം പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കോടതി വിധി വരുമ്പോൾ അത് ചരിത്രപരമാണ്, അത് മാറ്റപ്പെടാൻ പാടില്ല. ഇവിടെ ഈ പാഠപുസ്തകത്തിൽ ആ ഭാഗം മാറ്റുകയും പള്ളി പൊളിച്ച് അമ്പലം പണിയുന്നതിന് വേണ്ടി പിന്നീട് വന്നിട്ടുള്ള ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയെ പ്രശംസിക്കുകയും ചെയ്യുന്ന ഭാഗം ഉൾപ്പെടുത്തുമ്പോൾ അത് പഠനത്തിന് വേണ്ടിയുള്ളതല്ല, പുതിയൊരു ചരിത്ര നിർമ്മിതിക്ക് വേണ്ടിയുള്ളതാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ടാണ് കോൺഗ്രസ് പറഞ്ഞത് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള NCERT ഇപ്പോൾ എടുക്കുന്ന എല്ലാ സമീപനങ്ങളും ഒരു പാർട്ടിക്ക് വേണ്ടി ലഘുലേഖ തയ്യാറാക്കുന്ന നിലവാരത്തിലേക്ക് അങ്ങനെയെങ്കിൽ NCERT ഡയറക്ടർ പ്രൊഫസർ ദിനേശ് പ്രസാദ് സക്ലാനി പറഞ്ഞ ഒരു കാര്യമുണ്ട്. 1984 സിഖ് വിരുദ്ധ കലാപത്തിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടുത്താത്തതിനെ കുറിച്ച് പരാതികൾ ഉയരുന്നില്ലല്ലോ എന്ന്. അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സഹായമാണല്ലോ. ഈ ലഘുലേഖയിൽ അപ്പോൾ നിങ്ങളെ സഹായിക്കുന്ന രൂപത്തിലാണോ കാര്യങ്ങൾ പോയത്? അങ്ങനെയല്ല അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. ഇപ്പോൾ 1528 എന്ന് പറയുന്ന കാലം ഞാനോ നിങ്ങളോ ഒന്നും ജീവിച്ചിരുന്ന കാലമല്ലല്ലോ. അന്ന് മുതൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള നിയമ പോരാട്ടങ്ങളും ചരിത്ര പരിശോധനകളുടെയും ഒരു വേളയിലും ബാബറി മസ്ജിദ് എന്ന വാക്പ്രയോഗം അവിടെ ഇല്ലാതിരുന്നിട്ടില്ല. ഈ സുപ്രീം കോടതിയുടെ വിധിയിൽ പോലും ബാബറി മസ്ജിദ് എന്ന് പറയുന്ന വിധി പറഞ്ഞ അത് ഉത്തരവിൽ ഈ വാക്ക് പ്രതിപാദിക്കാതിരുന്നിട്ടില്ല. ഇപ്പോൾ എന്തിനാണ് ബാബറി മസ്ജിദ് എന്ന് പറയുന്ന വാക്ക് തന്നെ ഉപേക്ഷിക്കുന്നത്? അതൊരു ശരിയായ കീഴ്വഴക്കമല്ലല്ലോ. പഠനമാണെങ്കിൽ ഇപ്പം നമുക്ക് പറയാം, അവിടെ നിയമ പോരാട്ടം നടന്നു, കോടതി എല്ലാ നിയമവശങ്ങളും പരിശോധിച്ചു, ചരിത്രപരമായ രേഖകൾ, ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് രേഖകൾ ഇതെല്ലാം പരിശോധിച്ചു. ആ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാമക്ഷേത്രം പണിയുന്നതിനുള്ള ഉത്തരവ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ ആരും അതിന് ഒരു കോലാഹലം ഉണ്ടാക്കില്ല. ഇങ്ങനൊരു ചർച്ച ഇവിടെ നടക്കില്ല. അപ്പോൾ ഇന്നലകളിൽ, അതായത് രാമക്ഷേത്രം പണിയാൻ അനുകൂലമായ ഒരു വിധി കിട്ടിയിട്ടും അവിടെ ആ ക്ഷേത്രം പണിതിട്ടും ആ ക്ഷേത്രം ആളുകൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടും ഈ ആർക്കൊക്കെയോ എന്തൊക്കെയോ മൂടി വെക്കാനും മറയ്ക്കാനും ഉണ്ടെന്നുള്ളതല്ലേ ഈ പുസ്തകത്തിൽ പാഠഭാഗങ്ങൾ മാറ്റുന്നതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. അതെന്തിനാണെന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ പറഞ്ഞ ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്കത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്, നിയമ പോരാട്ടത്തിനും അതുപോലെ തന്നെ പഴക്കമുണ്ട്. ആ പഴക്കം ഈ രാജ്യത്ത് പഠിച്ചിട്ടുള്ളവരും പഠിക്കാത്തവരും അറിയുന്നവരും അറിയാത്തവരുമായ ആളുകൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പം പുതിയൊരു വിധി വന്നു, അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ അതുപോലെ നടക്കുമ്പോൾ മുൻപ് +2 പാഠഭാഗത്തിൽ ഉണ്ടായിരുന്ന ഒരു ഭാഗത്തെ വെട്ടിമാറ്റുന്നത് എന്തിനാണ്? അതവിടെ കിടന്നോട്ടെ. ശരി, അതൊരു യാഥാർത്ഥ്യമായി അതവിടെ കിടന്നോട്ടെ. ശരി. ശ്രീ ഷാബു പ്രസാദ് ഉയർന്നു വരുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയട്ടെ. അപ്പം ഞാൻ അദ്ദേഹത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുകയുമില്ല, ഞാൻ ഇടവേളയിലേക്ക് പോവുകയാണ്. അതിനിടയിൽ ശ്രീ അനിൽ ബോസും ഒന്ന് ആലോചിക്കുക. 1984 സിഖ് വിരുദ്ധ കലാപത്തിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടുത്താത്തതിന്റെ ഭാഗം, ആ കാരണത്തെ പറ്റിയുള്ള നിങ്ങളുടെ ന്യായീകരണം എന്താണ് എന്ന്. മസ്ജിദിനെ മായ്ച്ചു കളഞ്ഞു എന്ന ന്യൂസ് ഈവനിംഗ് ചർച്ച തുടരുകയാണ്. ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ ഉയർന്ന വിമർശനങ്ങൾക്കുള്ള മറുപടി. വേണു, നമ്മുടെ ഈ NCERT പ്രത്യേകിച്ച് ഈ +2 വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന പുസ്തകമാണത്. അതിൻ്റെ അകത്ത് അവരുടെ മനസ്സിൽ സെൻസിറ്റീവായിട്ടുള്ള ഇൻസ്റ്റിഗേഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് പണ്ടേ NCERT പിന്തുടരുന്ന ഒരു രീതിയാണ്. അതിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ അത് ഫസൽ ഗഫൂർ സാറ് പറഞ്ഞു, ഇവിടെ 47-ൽ വിഭജനമുണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അന്ന് ആ വിഭജനത്തിൽ 10 ലക്ഷത്തോളം ആൾക്കാർ കൊല്ലപ്പെട്ടു, അതിഭീകരമായ വർഗീയ കലാപങ്ങൾ നടന്നു എന്നുള്ള പരാമർശങ്ങൾ ഈ +2 വരെയുള്ള ആ പാഠപുസ്തകങ്ങളിൽ ഇല്ല. അതൊരു യാഥാർത്ഥ്യ കാര്യം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രായത്തിലുള്ള കുട്ടികളാണത്. അതുപോലെ തന്നെ ഇപ്പോൾ താങ്കൾ ഇവിടെ പറഞ്ഞു, എനിക്ക് ഇതിനു മുമ്പുള്ള പറയാൻ അവസരം കിട്ടിയില്ല. അതായത് 1984-ലെ സിഖ് വിരുദ്ധ കലാപം ഈ രാജ്യത്ത് നടന്ന 40 വർഷം മുമ്പ് നടന്ന ഒരു യാഥാർത്ഥ്യമാണ്, ഒരു ഭീകര സംഭവമാണത്. അതും കുട്ടികൾ പഠിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ കുട്ടികളുടെ മനസ്സിൽ ചെറുപ്രായത്തിൽ, അതായത് കമ്മ്യൂണൽ ഇൻസ്റ്റിഗേഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് ഒരു NCERTയും നമ്മുടെ രാജ്യവും പിന്തുടരുന്ന ഒരു രീതിയാണത്. അത് അങ്ങനെയാണ് വേണ്ടതും. ഇതിനു മുമ്പും പണ്ടും NCERT ഇപ്പം വിഭജനത്തിനെ പറ്റി അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താതിരുന്നത് ഉചിതമായ തീരുമാനമാണ്. 84-ലെ സിഖ് വിരുദ്ധ കലാപം കുട്ടികളെ പഠിപ്പിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താതിരിക്കുന്നത് ഉചിതമായ തീരുമാനമാണത്. അങ്ങനെയുള്ള ഒരു ഔചിത്യം മാത്രമാണിത്. അതാണ് നമ്മൾ കാണേണ്ടത്. ഇനിയിപ്പം ആ സംഭവത്തെപ്പറ്റി, ചരിത്രത്തെപ്പറ്റി വിശദമായി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ
യാഥാർത്ഥ്യങ്ങളും ഡോക്യുമെൻസും എല്ലാം കിടപ്പുണ്ടല്ലോ. പക്ഷേ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്കൂൾ കുട്ടികളെ ഈ രീതിയിലുള്ള അങ്ങനെയുള്ള ഈ എന്താണ് ഇൻസ്റ്റിഗേഷന് സാധ്യതയുള്ള പരാമർശങ്ങൾ വരുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്താതിരിക്കുക എന്ന ഔചിത്യം മാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് എൻ്റെ ടേക്ക്. ഡോക്ടറെ, അതൊരു യുക്തിഭദ്രമായൊരു നിലപാടാണ്. പ്രത്യേകിച്ചും ഈ വിഭജനവുമായി ബന്ധപ്പെട്ട് അങ്ങ് ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും പാഠപുസ്തകങ്ങളിൽ വരുന്നില്ല. ഇപ്പോൾ സിഖ് വിരുദ്ധ കലാപവും അതിപ്പോൾ വേണമെങ്കിൽ ഏറ്റവും ശക്തമായി കോൺഗ്രസിനെതിരെ ആയുധമാക്കാവുന്നതാണ് BJPക്ക്. അതും ഉണ്ടായിട്ടില്ല. അത് ഞാൻ തന്നെ പറഞ്ഞല്ലോ. അത് പറയാതിരിക്കരുത്. അത് പറയുമ്പോൾ എന്ത് വാക്കുകളോട് ഉപയോഗിക്കുന്നു, അത് സത്യത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് സൈഡിലായിരിക്കാൻ പാടില്ല. അത്രമാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അത് ഞാൻ ചോദിക്കട്ടെ, ഹിറോഷിമയിലെ ബോംബിട്ട് എന്തല്ലേ അത് നമ്മൾ പറയുമോ അത് വേണ്ട കുട്ടികളെ അവിടെയുള്ള ജപ്പാൻകാർക്കൊക്കെ അമേരിക്കക്കാരോട് വിരോധവും മറിച്ചുണ്ടായിട്ടില്ല. ഞാൻ ഹിറോഷിമ പോയപ്പോൾ അവിടെ ഹിറോഷിമ മ്യൂസിയത്തിൽ ഞാൻ പോയപ്പോൾ അവിടെ നിൽക്കുന്ന ജപ്പാൻകാർ വളരെ ലോഹ്യത്തിൽ നിൽക്കുന്ന അമേരിക്കക്കാരായിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, നിങ്ങൾക്ക് പണ്ട് ഇതൊക്കെ ചെയ്തതിനെ പറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ അവർ അതൊക്കെ പഴയ ചരിത്രത്തിൽ 19 കൊല്ലം മുമ്പ് നടന്ന കാര്യമല്ലേ എന്ന് പറഞ്ഞാൽ അവർ വിട്ട്. അപ്പോൾ അതുമായി നമ്മൾ ചരിത്രത്തിനെ പുറോട്ട് കൊണ്ടുപോയിട്ട് മുറിവുകൾ വീണ്ടും സൃഷ്ടിക്കരുത് എന്നുള്ള മാന്തി സൃഷ്ടിക്കരുത് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഇപ്പോൾ നമ്മൾ ഇത് വിഷയം മാത്രമല്ല, ഇപ്പോൾ ഉദാഹരണം മുഗൾ പീരീഡ് കംപ്ലീറ്റ്ലി ഇവരെടുത്ത് കളഞ്ഞു, മനസ്സിലായില്ലേ? അതേമാതിരി തന്നെ ആര്യൻ ഇൻവേഷൻ തിയറി, ആ തിയറിക്ക് എതിരായിട്ടുള്ള രീതിയിലാണ് ടെക്സ്റ്റ് ബുക്കുകൾ വരുന്നത്, മനസ്സിലായി? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഇതിൽ മാത്രമായിട്ട് ലിമിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ പ്രശ്നം. എന്താ വെച്ചാൽ വേണു പറഞ്ഞ കാര്യം ഞാൻ എന്തോ പിൻവലിപ്പിക്കുന്നതല്ല. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുന്നിൽ ഡാറ്റ മനസ്സിൽ നിന്ന് എടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഇത് എത്രയോ കൊല്ലങ്ങളുടെ കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. 1528 തൊട്ടിട്ടുള്ള കോടതി വിധികൾ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഡാറ്റ ഇല്ലാതെ ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും മണ്ടത്തരം വിളിച്ച് പറയേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒറ്റ വാക്കാ ഞാൻ അതിൽ വളരെ അതിരൂക്ഷമായെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഈ സ്ഥലം വേണ്ടെന്നാണ് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഞങ്ങളത് വി ആർ അക്സെപ്റ്റിംഗ് ദി ജഡ്ജ്മെന്റ് വിത്ത് എ ലോട്ട് ഓഫ് റിസർവ് ബട്ട് വി അക്സെപ്റ്റ് ഇറ്റ് എന്നുള്ള പറഞ്ഞു. അപ്പോൾ അതേമാതിരി ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ NCERT അത് പാഠപുസ്തകങ്ങളെല്ലാം മാറ്റി എഴുതുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ തർക്കം നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാറ്റി എഴുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വിശാലമായ ക്യാൻവാസിലാണ് വേണു ഇതിനെ കാണേണ്ടത്. ഈ ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ക്യാൻവാസ് മാത്രമല്ല, അവിടെ അനന്തരമായിട്ട് നടന്നിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങൾ. ഇപ്പോൾ ഉദാഹരണം തന്നെ അയോധ്യ നിൽക്കുന്ന സ്ഥലത്ത് അവിടെ SP ജയിക്കുന്നു, അതിന് 100 കിലോമീറ്ററുള്ള അമേഠിയിൽ SP ജയിക്കുന്നു, അവിടുന്ന് ഒരു 80 കിലോമീറ്ററുള്ള സുൽത്താൻപൂരിലെ SP, അതായത് 4 ലോക്സഭാ മണ്ഡലങ്ങളുണ്ടതിന് ചുറ്റും, അത് മുഴുവൻ SP ജയിക്കുന്നു. അതിനു മുമ്പ് തന്നെ കല്യാൺ സിംഗിനെ പിരിച്ചുവിട്ടപ്പോൾ തന്നെ പിന്നെ വരുന്നത് സമാജ്വാദി പാർട്ടിയുടെ മന്ത്രിസഭയാണ് വരുന്നത്, പിന്നെ BSPയുടെ മന്ത്രിസഭ വരുന്നു. പിന്നെ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇത് യുനാനിമസ് ആയിട്ട് അവിടെ തന്നെ ഒരു ഒത്തുതീർപ്പിലെത്തി നമുക്ക് പറയാൻ പറ്റില്ല. അവിടുത്തെ ഹൈന്ദവ സമുദായം തന്നെയാണ് ഈ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പല രീതിയിലും. ഇപ്പം ഇത് ഏറ്റവും വലിയ സംഭവമാണല്ലോ, ഇത്രയും വലിയ ക്ഷേത്രം അവിടെ പണിതിട്ട് അവിടെ പോയിട്ട് ഒരു കോൺഗ്രസിൻ്റെ ഒരു ദളിത് കാൻഡിഡേറ്റ് യാതൊരു തരത്തിലുള്ള വർഗീയമായിട്ടുള്ള പ്രചരണം ഒന്നും നടത്താതെ തന്നെ വളരെ സുഖമായിട്ട് അവിടെ ജയിക്കുന്നു എന്ന് പറയുമ്പോൾ ദർ ഇസ് സംതിങ് റോങ്. അപ്പം നമ്മൾ കാണുന്നതല്ല ചരിത്രം, നമ്മൾ എഴുതുന്നതല്ല ചരിത്രം അവിടുത്തെ ജനങ്ങൾ അവർ അനുഭവിക്കുന്നതും അവർക്ക് അതിനെ പറ്റിയിട്ടുള്ള അവരുടെ സ്വന്തമായിട്ടുള്ള കാഴ്ചപ്പാടും കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഈ ചർച്ച ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ചർച്ചയുടെ ഭാഗം അതും കൂടെ വരണം. ഓരോ സ്ഥലത്തും എന്താ നടക്കുന്നത് എന്നുള്ളത് വെറും നമ്മുടെ ഇവിടെ നിന്ന് അയോധ്യയിൽ നിന്ന് 400 കിലോമീറ്റർ അപ്പുറത്താണ് പട്ന കിടക്കുന്നത്. പട്നയിലെ ഒരു മുഖ്യമന്ത്രി, അതായത് ലാലു ആയാലും റാബ്രി ആയാലും നിതീഷ് ആയാലും മാഞ്ചി ആയാലും അവരാരും അയോധ്യക്ക് പോയിട്ടില്ലല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മതം മാത്രമല്ല ഇഷ്യൂ. ഞാൻ പറഞ്ഞില്ല, മുസ്ലിമുകൾക്ക് ഈ ചാപ്റ്റർ കോഴ്സിലാണ്, മതമല്ല ഇഷ്യൂ. അവരാരും ഇത് മിണ്ടാമുള്ളൂ. അപ്പോൾ എന്നെ തന്നെ ചീത്ത പറയാം അവരോട്, നിങ്ങൾ എന്തിനാ പോയിട്ട് ചർച്ചയ്ക്ക് പോയിരുന്നത്. അപ്പോൾ അതിനപ്പുറത്തോട്ട് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞു, നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് NCERTയിൽ എന്ത് മാറ്റങ്ങൾ വരുത്തിയാലും വേറെ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ അവരെടുത്ത് മാറ്റും. ഞാൻ രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ഒക്കെ കാലഘട്ടത്തിൽ ആദ്യം BJP ഗവൺമെൻറ് കൊണ്ടുവന്ന ടെക്സ്റ്റ് ബുക്കുകൾ മുഴുവൻ കോൺഗ്രസ് ഗവൺമെൻറ് റിവൈസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതുമാതിരി തന്നെ ഇവിടെ ഇപ്പോൾ DMK ഗവൺമെൻറ് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അവർ വേറെ രീതിയിലായിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ നിലക്ക് ആ വിശാലമായിട്ടുള്ള ഒരു ക്യാൻവാസിലാണ് ഈ ചർച്ച പോകേണ്ടത്. ശരി, ശ്രീ അനിൽ ബോസ്, ഇവിടെ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി. അല്ല, ഇവിടെ വേണു തന്നെ സൂചിപ്പിച്ചല്ലോ സിഖ് കലാപവുമായി ബന്ധപ്പെട്ട്. സിഖ് കലാപം അതിനു മുമ്പ് പുസ്തകത്തിലുണ്ടായിരുന്നു.
സിഖ് കലാപവുമായി ബന്ധപ്പെട്ടോ അതിനാസ്പദമാകുന്ന ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ടോ അങ്ങനൊരു കാര്യം പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നൊരു കാര്യമാണ്. ഇതിനെ രണ്ടിനെയും കൂടെ ക്ലബ്ബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന NCERTയുടെ ഡയറക്ടർ RSSൻ്റെ സംഘചാലകനെ പോലെ പ്രവർത്തിക്കുന്നു എന്നതിനർത്ഥം. ഇത് RSSൻ്റെ അഫിലിയേറ്റഡ് സംഘടനയല്ല NCERT. ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഇല്ലാത്ത ഒരു സംഭവം ഉണ്ടായി, അത് രാജ്യം പഠിക്കേണ്ടതാണെങ്കിൽ ഉൾപ്പെടുത്തട്ടെന്നേ. ഉൾപ്പെടുത്തരുതെന്ന് ആര് പറയുന്നു? ഞങ്ങളാരും ഉൾപ്പെടുത്തരുതെന്ന് പറയുന്നില്ല. രാജ്യത്ത് ചരിത്രപരമായി ഒരു പൊതുസമൂഹം പഠിക്കേണ്ടതും അറിയേണ്ടതുമായ സംഭവങ്ങളുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തണം. അത് ഏത് കാര്യമാണെങ്കിലും ഉൾപ്പെടുത്തണം. അത് പുതിയ പുതിയ പാഠപുസ്തകങ്ങളിൽ ചേർക്കുന്നതിന് ആരും എതിരല്ല. അതിനെയും ഇതിനെയും കൂടെ ക്ലബ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു BJPക്കാരൻ്റെ, ഒരു സംഘപരിവാറുകാരൻ്റെ, ഒരു RSSകാരൻ്റെ സ്റ്റാൻഡാണ്. നമ്മളിവിടെ അതല്ല ചർച്ച ചെയ്യുന്നത്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായിട്ടുള്ള +2 വിദ്യാർത്ഥികളുടെ പൊളിറ്റിക്കൽ സയൻസിൽ അവർ പഠിക്കേണ്ട കാര്യങ്ങൾ, പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അതിൽ മാറ്റം വരുത്തുമ്പോൾ അതിലൊരു വാക്ക് മാറ്റുക എന്ന് പറയുന്നതിനപ്പുറം ഒരു തലമുണ്ട് വേണു. ഇതിൽ ബാബറി മസ്ജിദ് എന്ന വാക്ക് മാറ്റുന്നു എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ അവിടെ 3 മിനാരങ്ങളാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ താഴികക്കുടങ്ങളാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഇന്നലെ വരെ നാം കരുതി വച്ചിരുന്ന, ഇന്നലെ വരെ നാം പഠിച്ചിരുന്ന പല കാര്യങ്ങളെയും ബോധപൂർവം ഇനിയുള്ള തലമുറ ഒരിക്കലും ഓർക്കാതിരിക്കണം എന്ന ദുഷ്ടചിന്തയുണ്ട്. അവിടെയാണ് പ്രശ്നം. ഇവിടെ ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്കം നടന്നു, നിയമപരമായ പോരാട്ടങ്ങൾ നടന്നു, നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി വിധി ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വന്നു. ആ വിധി യാഥാർത്ഥ്യമായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു ക്ഷേത്രം പണിത് കഴിഞ്ഞു. അപ്പോൾ അത് പ്രതിപാദിച്ചാൽ മതി. ആ പ്രതിപാദിക്കുമ്പോൾ കല്യാൺ സിംഗിനെ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഇതിലൂടെ ഈ വിദ്യാർത്ഥികൾക്ക് ഇനി ഈ ഭാഗമേ പഠിക്കാൻ കഴിയില്ല, അതേപ്പറ്റി അറിയാനേ കഴിയില്ല എന്ന് പറയുന്ന ഒരു അടഞ്ഞ അവസ്ഥ എന്തായാലും രാജ്യത്തില്ല. ഇതിപ്പോൾ ഈ NCERT ഡയറക്ടർ അതുകൂടെ പറയുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്നും എങ്ങനെയാണ് സംഭവിച്ചതെന്നും വലുതാകുമ്പോൾ പഠിക്കട്ടെ. അതാണ് പറയുന്ന ഒരു കാര്യം. അങ്ങ് ഈ പറഞ്ഞതിനുള്ള ഒരു അദ്ദേഹത്തിൻ്റെ മറുപടി, NCERT ഡയറക്ടർ ഒരു മറുപടിയായി നേരത്തെ തന്നെ വന്നിരിക്കുന്നത് PTI കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ. മറ്റൊന്ന്, ഇതെല്ലാം ഉണ്ടായിരുന്നതാണല്ലോ, അത് പഠിക്കേണ്ടേ എന്ന് പറയുമ്പോൾ മാറ്റം വരുത്തുന്നതിൻ്റെ ന്യായമായി പറയുന്നത് ഇവിടെ ഷാബു പ്രസാദ് തന്നെയാണ് ആവർത്തിച്ചത്. നമ്മുടെ വിദ്യാർത്ഥികളെ സമൂഹത്തിൽ വിദ്വേഷം സൃഷ്ടിക്കുന്നവരാക്കണോ, വിദ്വേഷത്തിന് ഇരയാക്കണോ, വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം അതാണോ, കൊച്ചുകുട്ടികളെ കലാപങ്ങളെക്കുറിച്ച് പഠിപ്പിക്കണോ, ഇങ്ങനെയും കൂടെ പറയുന്നുണ്ട്. ശ്രീ അനിൽ ബോസ്, അല്ല ഇതാരാ ഈ കലാപങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത്? ഈ അടുത്ത കാലഘട്ടത്തിൽ ഇന്ത്യൻ പൊതുസമൂഹത്തിൽ ഇത്രയും ഭിന്നത വാരി വിതറിയതാരാ? അതുകൂടെ പറയണ്ടേ? ഈ പറയുന്ന വിശാലമായ വീക്ഷണകോണിലാണ് ഇവരുടെ കാഴ്ചപ്പാടെങ്കിൽ ഇവരുടെ സംസാരങ്ങളിലും പ്രവൃത്തിയിലും ഭരണപരമായ നടപടികളിലും ആ നിലയിൽ വേണ്ടേ സംസാരിക്കാൻ? ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? ഇവിടെ ഡോക്ടർ ഫസൽ ഗഫൂർ സൂചിപ്പിച്ചു, 4 അല്ല, ഫാസിയാബാദ് അയോധ്യ ഇരിക്കുന്ന സ്ഥലത്ത് 5 സീറ്റിലാണ് BJP തോറ്റത്. 5 സീറ്റിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹൈന്ദവരുള്ള, ഏറ്റവും ഹിന്ദുമത വിശ്വാസികൾ ഏറെയും ആശ്രയിക്കുന്ന അവസാന ഇടമായി നോക്കിക്കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനാണ് കാശി, വാരണാസി. ആ വാരണാസി ജില്ലയിലെ 12 സീറ്റിൽ 9 സീറ്റിൽ ഈ ഭരണകൂടം തോറ്റു, BJP തോറ്റു, സംഘപരിവാർ തോറ്റു, RSS തോറ്റു. വേണു എന്തുകൊണ്ടാണ് തോറ്റത്? ഈ ഗുജറാത്ത് മുതൽ അയോധ്യ വരെ സോമനാഥ് അടക്കം രഥയാത്ര നടത്തിയില്ലേ ഈ രാജ്യത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ? ഇന്ത്യ മുഴുവൻ നടത്തിയില്ലേ? ഈ രാജ്യത്ത് ജനങ്ങളെ തമ്മിലടിപ്പിച്ച് കലഹിപ്പിച്ച് ഇവർ നേടി എന്ന് പറയുന്ന ഇവരുടെ മാനിഫെസ്റ്റോയിൽ എന്നും എക്കാലവും ഇവർ പ്രകീർത്തിച്ചിരുന്ന രാമക്ഷേത്രം പണിത മണ്ണിൽ തോറ്റതാരാ വേണു? ശ്രീരാമ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിയുടെ മകനാണ് തോറ്റത്. ആ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകിയ അതിന്റെ പ്രസിഡന്റിന്റെ മകനാണ് തോറ്റത്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അവിടുത്തെ ഹിന്ദു മതവിശ്വാസികൾ പൊയ്മുഖം അണിഞ്ഞു വരുന്ന ചെന്നായ്ക്കളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവിടെയാണ് ഏറ്റവും ഗൗരവമായി പേര് സഹിതം പറഞ്ഞു പോകണം. ആരാണത്? നൃപേന്ദ്ര മിശ്രയാണ് ട്രസ്റ്റിന്റെ അധ്യക്ഷനാക്കി നിർത്തിയത് നരേന്ദ്രമോദി അല്ലേ? പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമാണ്. ഗുജറാത്ത് മുതലേ ഇപ്പോഴും അദ്ദേഹത്തിന് അതേ പദവി തന്നെ വീണ്ടും കൊടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോൾ. അതാണ് ചിദംബരം മാതൃഭൂമി പത്രത്തിൽ പരിഭാഷപ്പെടുത്തി വന്ന ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഫൈസാബാദ് മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 77-കാരനായ SP നേതാവ് അവധേഷ് പ്രസാദിനോടും ശ്രാവസ്തി മണ്ഡലത്തിൽ നിന്നും പരാജയപ്പെട്ട സ്ഥാനാർത്ഥി, അതാണ് താങ്കൾ പറഞ്ഞത്, പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും രാമക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റിന്റെ അധ്യക്ഷനുമായ നൃപേന്ദ്ര മിശ്രയുടെ മകൻ സാകേത് മിശ്രയോടും ചോദിച്ചാൽ മനസ്സിലാകും എന്താണ് ഈ ജനവിധിയുടെ ഉത്തരമെന്ന്. അപ്പോൾ പാഠപുസ്തകം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പാഠപുസ്തകം ജനങ്ങൾ പഠിപ്പിക്കുന്ന പാഠമാണ്. അത് കിട്ടിയിരിക്കുന്നത് 12ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കല്ല,
അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ്. മസ്ജിദിനെ മായ്ച്ചു കളഞ്ഞു എന്ന ന്യൂസ് ഈവനിംഗ് ചർച്ച അവസാന ഘട്ടത്തിലേക്ക്. ശ്രീ ഷാബു പ്രസാദ്, ഈ അയോധ്യ അതുപോലെ തന്നെ വാരണാസി ഇതൊക്കെ BJP നൽകിയ പാഠം എന്താണ്? വേണു, അയോധ്യ ഉൾപ്പെടുന്ന ആ ഫൈസാബാദ് മണ്ഡലത്തിൽ BJP ആദ്യമായിട്ടൊന്നും അല്ല പരാജയപ്പെടുന്നത്. 1987 ശിലാന്യാസം കഴിഞ്ഞിട്ടാണ്. അത് വലിയ സംഭവമായിരുന്നു. അവിടെ പിന്നീട് നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ വിജയിച്ചത് CPI സ്ഥാനാർത്ഥിയായിരുന്ന മിത്രസൻ യാദവ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ ഇവിടെ 1992 ഈ വിവാദ മന്ദിരം തകർത്തതിന് ശേഷം ഉത്തർപ്രദേശിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് സമാജ്വാദി പാർട്ടിയായിരുന്നു. അതിനുശേഷം BJP അവിടെ ഒറ്റയ്ക്ക് 1991 ശേഷം BJP അവിടെ ഒറ്റയ്ക്ക് ഭരണത്തിൽ വന്നത് 2017 അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, ഇവിടെ ഫൈസാബാദ് ഉൾപ്പെടുന്ന അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ BJP പരാജയപ്പെടുന്നത് ആദ്യമായിട്ടല്ല എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു പാർലമെൻ്ററി ജനാധിപത്യത്തിൽ അവസാനമായി വിജയിയെ കണക്കാക്കുന്നത്, ആരാണ് ജയിച്ചത് എന്ന് കണക്കാക്കുന്നത് പാർലമെൻറ്റിൽ ലഭിച്ച നമ്പറിൻ്റെ ബേസിലാണ്. അൾട്ടിമേറ്റ്ലി ദിസ് ഈസ് എ നമ്പർ ഗെയിം. ആ നമ്പറിൽ ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത് BJPയും NDAയും തന്നെയാണ്. ഇപ്പോഴും, അതായത് ജയിച്ചു എന്ന് പറയുന്ന കോൺഗ്രസ് ഇപ്പോഴും പ്രതിപക്ഷത്താണ്. ഇവർ തോറ്റു എന്ന് പറയുന്ന BJP ഭരണപക്ഷത്തുമാണ്. ഇവർ തോറ്റു എന്ന് പറയുന്ന നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുമാണ്. മൂന്നാമത്തെ പ്രാവശ്യം തുടർച്ചയായി അധികാരത്തിൽ വരുന്ന 60 വർഷത്തിന് ശേഷം തുടർച്ചയായി അധികാരത്തിൽ വരുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ജവഹർലാൽ നെഹ്റുവിന് ശേഷം 60 വർഷത്തിന് ശേഷം 10 വർഷം തുടർച്ചയായി ഭരിച്ച് പ്രതിപക്ഷമെല്ലാം കൂടെ ഒന്നിച്ച് നിന്ന് അവരുടെ കയ്യിലുള്ള സർവ്വ ആയുധങ്ങളും പയറ്റിയിട്ട് പോലും BJP ഒറ്റയ്ക്ക് നേടിയ സീറ്റിൻ്റെ അടുത്തെത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇവർക്കെല്ലാവർക്കും കൂടി കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞ തവണത്തതിനേക്കാൾ 60 സീറ്റ് കുറഞ്ഞു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പാർലമെൻ്ററി ജനാധിപത്യത്തിലെ ആ അൾട്ടിമേറ്റായിട്ടുള്ള ഒരു കാര്യത്തിനെ നിങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും ഇതന്നെയാണ് ഞാൻ ഈ പറഞ്ഞതെന്ന് പറയുന്നു. നിങ്ങൾ തോറ്റു എന്ന് പറയുന്ന BJPയും പ്രധാനമന്ത്രിയും രാജ്യം ഭരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ജയിച്ചു എന്ന് പറയുന്നവർ പ്രതിപക്ഷത്തും ഇരിക്കുന്നു. സിമ്പിൾ. അതാണ് ഇവിടെ ഇപ്പോൾ പാർലമെൻറ്റ് സംഭവിച്ചിരിക്കുന്നത്. 10 വർഷം തുടർച്ചയായി അധികാരത്തിൽ ഇരുന്നതിന് ശേഷം 2014 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് സംഭവിച്ചത് നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ട്. 10 വർഷം പുറകിലാണ്. ശരി, എനിക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. ശ്രീ അനിൽ ബോസ്, വളരെ ചുരുക്കി ഇതിനുള്ള മറുപടി വളരെ ചുരുക്കി. അല്ല, ഈ രാജ്യത്ത് 10 വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ റൗണ്ടിൽ വരുന്നു എന്ന് പറഞ്ഞു. ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് സത്യപ്രതിജ്ഞ എന്ന് പറയുന്നുണ്ടെന്ന് ഞാനെതിരല്ല, ഞങ്ങളാരും അതിനെതിരല്ല. പക്ഷേ ഈ രാജ്യത്തെ സാമാന്യ ജനങ്ങളെ രണ്ടാക്കി തിരിച്ച് ഈ രാജ്യത്ത് ചോര ഇറ്റുവിടാൻ ഇട നൽകിയ ഇത്രയും മതേതരത്വത്തെ തകർക്കുന്ന സംഭവങ്ങൾ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചത്. BJP തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചത്, അല്ലാതെ ഈശ്വര വിശ്വാസത്തിൻ്റെ പേരിലല്ല. ഭക്തരും കപടഭക്തരും തമ്മിലുള്ള പോരാട്ടത്തിൽ കപടഭക്തർ ജയിക്കാൻ വേണ്ടി പ്രചരിപ്പിച്ചിരുന്ന രാമൻ്റെ മണ്ണിലാണ് നിങ്ങൾ തോറ്റിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിൽ ആരിയ്ക്കുന്നു, ഇന്ത്യൻ പ്രസിഡന്റായിട്ടായിരിക്കുന്നു എന്ന് വെച്ചല്ല. ആ രാമൻ്റെ ക്ഷേത്രമിരിക്കുന്ന രാമൻ്റെ മണ്ണിൽ BJP തോറ്റു എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തോട് നിങ്ങൾ ഇന്നലെ വരെ ചെയ്തത് നീതികേടാണെന്ന് അവിടുത്തെ ജനവിഭാഗം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും അദ്ദേഹത്തിന് ഒത്താശ ചെയ്യുന്നവരുടെയും മുഖത്ത് കരി കൊണ്ട് എഴുതുകയാണ്. നിങ്ങൾ കപടഭക്തരാണെന്നും നിങ്ങൾ ഈ രാജ്യത്തെ കീറിമുറിച്ചവരാണെന്നും ഈ രാജ്യത്തെ മതസൗഹാർദ്ദം തകർത്തവരാണെന്നും ഒരിക്കൽ കൂടി ആ മണ്ണിൽ അവർ സാക്ഷ്യപത്രം നൽകുകയാണ്. അല്ലാതെ അത് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉണ്ടോ മുന്നണി ഉണ്ടോ എന്ന് വെച്ചല്ല അതിനെ കണക്കാക്കുന്നത്. ശരി, വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ന്യൂസ് ഈവനിംഗ് അവസാനിക്കുകയാണ്.